പ്രിയപ്പെട്ടവരെ, പ്രണയസാന്ദ്രമായ ഒരു വേദിയാണിത്. പ്രിയങ്കരനായ നമ്മുടെ ഉദ്ഘാടകൻ്റെ മൊഴികളും അത് കഴിഞ്ഞ് വീരാൻകുട്ടി മാഷിയുടെ കവിതയും ആ കവിതക്കുള്ള അറബി മൊഴിമാറ്റവും ഒക്കെ കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് KEN-നെ കേൾക്കാനുള്ള ദാഹം തുടിച്ചു നിൽക്കുമ്പോൾ എന്തു പറഞ്ഞു തുടങ്ങണമെന്നൊന്നും എനിക്ക് നിശ്ചയമില്ല. ഞാനൊരു 5 വർഷത്തോളമായി ഇവിടെ വരുന്നതിൻ്റെ പ്രചോദനം പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ ഈ 5 വർഷത്തിനിടയിൽ പ്രവാചക കേന്ദ്രീകൃതമായി 5 കവിതകൾ എഴുതി. ഒരു സന്തോഷം ഞാൻ പറയുകയാണ്, വീരാൻകുട്ടി മാഷ് ഇപ്പം വായിച്ച കവിതയുടെ അറബിയുടെ ആവിഷ്കാരമുണ്ടല്ലോ. ദൈവകാരുണ്യം കൊണ്ട് എനിക്കത് അറബിയിൽ തന്നെ ആസ്വദിക്കാൻ പറ്റി. ഞാൻ വീരാൻകുട്ടി മാഷോട് പറയായിരുന്നു, മലയാളത്തെ പോലെ തന്നെ അറബിയിലും ആസ്വദിക്കാൻ പറ്റി. പ്രോപ്പർ വേർഡിങ്സ് നന്നായിട്ട് ധ്യാനിച്ചിട്ടുണ്ടാകും. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. അത് ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാൻ സിനാനെ അഭിനന്ദിക്കാൻ കൂടി ഈ ഒരു അവസരം ഉപയോഗിക്കുന്നു. പ്രവാചകൻ ആരാണ് എന്ന ചോദ്യം ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. പക്ഷെ ഒരുപാട് ഉത്തരങ്ങളുള്ള ഒരു ചോദ്യമാണ്. ചെറിയ ചെറിയ ഉത്തരങ്ങളാൽ ഓരോ നിമിഷത്തിലും മനുഷ്യനത് പൂരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാപഞ്ചികമായ ഒരു പ്രണയ പുസ്തകമാണ് പ്രവാചകൻ. പ്രാപഞ്ചികമായ ഒരു പ്രണയ പുസ്തകമാണ് പ്രവാചകൻ. കരുണയുടെ, ഉദാരതയുടെ മഹാപ്രപഞ്ചമാണ് പ്രവാചകൻ. കരുണാവാൻ നബി മുത്തുരത്നമാണ് പ്രവാചകൻ. ഇതൊക്കെ ചേർന്ന് നിൽക്കുമ്പോൾ മീം എന്ന ആ ഒരൊറ്റ അക്ഷരം, അറബിയിലെ അക്ഷരം ആയിരക്കണക്കിന് കവിതകളായി പല സംസ്കൃതിയിലൂടെ പ്രവാചകന്റെ കരുണയുടെ, ചേർത്തുപിടിക്കലിൻ്റെ, ഉദാരതയുടെ പ്രണയമൊഴികളായി വന്നിട്ടുണ്ട്. സന്തോഷമുണ്ട്. ഞാനിപ്പോൾ അടുത്ത് റിസാല മാസികക്ക് വേണ്ടി പ്രവാചകന്റെ ഒരു സ്പെഷ്യൽ വരുന്നുണ്ട്. അതില് ഇതുവരെ നമ്മുടെ ആധുനിക കാലം വരെ പ്രവാചകൻ എങ്ങനെയാണ് കവിതകളിലൂടെ ആവിഷ്കരിക്കപ്പെട്ടത് എന്നൊരു അന്വേഷണം നടത്തുന്നുണ്ട്. അങ്ങനെ അന്വേഷണത്തിന് പല റഫറൻസിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഏതൊക്കെ ഭാഷകളിൽ, ഏതൊക്കെ രീതിയിലാണ് പ്രവാചകനെ വൈവിധ്യപൂർണമായ മൊഴികളിലൂടെ കാലാകാലങ്ങളായി കവികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. മലയാളത്തിൽ എഴുത്തച്ഛനും വള്ളത്തോളും ഇടശ്ശേരിയും, അങ്ങനെ നമ്മൾ വളരെ ഇങ്ങോട്ട് വന്നാൽ ഇപ്പോ വീരാൻകുട്ടി മാഷ് വരെ ഉള്ള കവികളുടെ ആ ഒരു നിരയിൽ പ്രവാചകന്റെ ആവിഷ്കാരങ്ങൾ പല രീതിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതെല്ലാ ഭാഷയിലുണ്ട്. തമിഴിൽ ഒരുപാട് പ്രവാചക കീർത്തനങ്ങളുണ്ട്. ഉറുദു ഭാഷ ആ മേഖലയിൽ വളരെയധികം സമ്പന്നമാണ്. പേർഷ്യൻ ഭാഷ ഇപ്പോൾ അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിന്റെ തന്നെ 20-ാം നൂറ്റാണ്ടിലെ വളരെ പ്രശസ്തമായൊരു കാവ്യം തന്നെ പ്രവാചകന്റെ ദീപ്തമായ വ്യക്തിത്വത്തെ വളരെ ആഴത്തിൽ, അതായത് ഡാന്റെയുടെ ഡിവൈൻ കോമഡിയിലൊക്കെ ക്രിസ്തുവിനെ, യേശുവിനെ ആവിഷ്കരിച്ചതിൻ്റെ, വളരെ ഇംപ്ലൈഡായി ആവിഷ്കരിച്ചതിൻ്റെ, ഡിവൈൻ കോമഡിയിൽ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആവിഷ്കാര സാധ്യത. ഡിവൈൻ കോമഡി മനോഹരമായൊരു കാവ്യമാണ്.
പക്ഷെ ഡിവൈൻ കോമഡി ആ കാലഘട്ടത്തിന്റെ സ്വാധീനത്താൽ പ്രവാചകനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നരകത്തിലാണ്. പ്രവാചകനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നരകത്തിൽ നിന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇഖ്ബാലിന്റെ ജാവദ് നാമ എന്ന് പറയുന്ന വിശ്രുതമായ കൃതിയിലൂടെ ഇഖ്ബാൽ മാനവികതയുടെ പൂന്തോട്ടത്തിലേക്ക് പ്രവാചകനെ തിരിച്ചു പിടിക്കുന്ന ഒരു സന്തോഷം കൂടി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. ഞാൻ പറയുന്നത്, ഒരുപാട് കവികൾ, പ്രശസ്തമായ ബുർദകൾ, ഖസീദകൾ ഒക്കെ നമുക്കറിയാം. അങ്ങനെയുള്ള ആ ചേർത്ത് നിൽപ്പിൽ ഇത്തവണ ഇന്ത്യയിലെ, അങ്ങനെയുള്ള, ഞാനിപ്പോൾ ബോധപൂർവം ഭാരതത്തിലെന്ന് പറയുന്നില്ല, ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ കവികളെ കൂടി ഇങ്ങനെ കൊണ്ടുവരികയാണ്. കന്നഡ കവികൾ വരുന്നു, തമിഴ് കവികൾ വരുന്നു. അത് തുടക്കമാണ്. അടുത്ത വർഷം എണ്ണം കൂടും. അങ്ങനെ ഒരു ദേശീയ മീലാദ് ശരീഫ് കാവ്യ സ്ഥലിയായി മാറും. ഇനി ഞാനിപ്പോൾ ജൈവികമായിട്ട് തന്നെ എഴുതി കൊണ്ടുവന്നതാണ്. ഒന്നിലും സമയം കിട്ടാത്തൊരവസ്ഥയിൽ ഞാൻ ഇങ്ങനെയുണ്ടല്ലോ, ഈ കടലാസിൽ വായിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ഇങ്ങനെയാണ്. ഇപ്പോൾ മൊബൈല് ബോധപൂർവം, മൊബൈലാണ് നമ്മളുടെ ഒരു രീതിയെങ്കിലും ഇവിടെ ഒരു ജൈവിക സൗന്ദര്യത്തിന് വേണ്ടി കടലാസിൽ തന്നെ, അതുകൊണ്ട് കാലക്കൂട്ടി കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ വായിക്കാൻ ശ്രമിക്കാം. ഈ കവിതയുടെ ടൈറ്റിൽ ഞാൻ ഇട്ടത് ഇവിടെ തന്നെയുണ്ട് എന്നാണ്. ഇവിടെ തന്നെയുണ്ട്. മണ്ണിലും വിണ്ണിലുമുണ്ട് ദിവ്യനേരങ്ങൾ, മണ്ണിലും വിണ്ണിലുമുണ്ട് നന്മയുടെ ദിവ്യനേരങ്ങൾ. ഉണരണമെന്ന് മാത്രം, ഉണർന്നുൾക്കണ്ണാൽ തിരയണമെന്ന് മാത്രം, ഉണരണമെന്ന് മാത്രം, ഉണർന്നുൾക്കണ്ണാൽ തിരയണമെന്ന് മാത്രം. ഇഷ്ടദാസർ ഭൂമിയിലൂടെ പൂവിൻ മനസ്സുമായി നടക്കുന്നവരല്ലോ. ഇഷ്ടദാസർ ഭൂമിയിലൂടെ പൂവിൻ മനസ്സുമായി നടക്കുന്നവരല്ലോ. കരുണയുടെ കരകാണാ കടലിനെ പ്രവാചകന്റെ വെളിച്ചത്തിലൂടെ കാണണം. ജ്ഞാനമധുവിൻ ലഹരിയിൽ നിറഞ്ഞൊന്ന് പുഷ്പിക്കണം. കരുണയുടെ കരകാണാ കടലിനെ പ്രവാചക വെളിച്ചത്തിലൂടെ കാണണം. ജ്ഞാനമധുവിൻ ലഹരിയിൽ നിറഞ്ഞൊന്ന് പുഷ്പിക്കണം. അഭയമേകാൻ അരുളപ്പെട്ട ചിലന്തിയും അമ്പിന്റെ ചിറകുകൾ വിടർത്തിയ മാടപ്രാവുകളും ഇവിടെ തന്നെയുണ്ട്. അഭയമേകാൻ അരുളപ്പെട്ട ചിലന്തിയും അമ്പിന്റെ ചിറകുകൾ വിടർത്തിയ മാടപ്രാവുകളും ഇവിടെ തന്നെയുണ്ട്. പൂവഴിയിൽ പൂമ്പാറ്റകൾ പറക്കുമ്പോൾ പ്രവാചകനെ നിനക്ക് കാണാം. പൂവഴിയിൽ പൂമ്പാറ്റകൾ പറക്കുമ്പോൾ പ്രവാചകനെ നിനക്ക് കാണാം. ഉരുളിത്തെളിച്ചത്തിലെ മഞ്ഞുകണങ്ങളിൽ പ്രവാചകൻ പകർന്നേകിയ ഹൃദയാക്ഷരങ്ങൾ തൊടാം. ഉരുളിത്തെളിച്ചത്തിലെ മഞ്ഞുകണങ്ങളിൽ പ്രവാചകൻ പകർന്നേകിയ ഹൃദയാക്ഷരങ്ങൾ തൊടാം. പീഡിതന്റെ കണ്ണുകളിൽ നിറഞ്ഞു കവിയുന്ന ദൈന്യം പ്രവാചക ബോധമാകുന്നത് നീ അറിയുന്നുണ്ടോ? പീഡിതന്റെ കണ്ണുകളിൽ നിറഞ്ഞു കവിയുന്ന ദൈന്യം പ്രവാചക ബോധമാകുന്നത് നീ അറിയുന്നുണ്ടോ? അരികിലെത്തിരാപ്പാർക്കുന്നവർക്ക് അറിവിന്റെ മാന്ത്രിക വഴികൾ, അകലെയുള്ളവർക്ക് ജീവനേകും മഴമേഘങ്ങൾ. അരികിലെത്തിരാപ്പാർക്കുന്നവർക്ക് അറിവിന്റെ മാന്ത്രിക വഴികൾ, അകലെയുള്ളവർക്ക് ജീവനേകും മഴമേഘങ്ങൾ. കരുണയുടെ പ്രവാചക സാഗരത്തിൽ അസംഖ്യം അതിശയങ്ങൾ. കരുണയുടെ പ്രവാചക സാഗരത്തിൽ അസംഖ്യം അതിശയങ്ങൾ. മനുഷ്യഹൃദയത്തിലൂടെ, ഭൂമിയുടെ നെടുവീർപ്പിലൂടെ 100,000 അക്ഷരങ്ങളാൽ പ്രവാചകൻ ഇപ്പോഴും വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യഹൃദയത്തിലൂടെ, ഭൂമിയുടെ നെടുവീർപ്പിലൂടെ 100,000 അക്ഷരങ്ങളാൽ പ്രവാചകൻ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു. കേൾക്കുന്നുണ്ടോ? നന്മകൾ വളരെ സന്തോഷം.